നിൽക്കുകയാണ്. പക്ഷെ അത് പബ്ലിക്കിനോട് ഇങ്ങനെ ചോരുന്നു, അത് ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് കയറിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞു? ചോദിക്കുമ്പോൾ പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് പറയാൻ പാടില്ല. നിങ്ങൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് ഒക്കെ കാണാറുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. രേണുസുതി ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ എടുത്തെടുത്ത് എൻ്റെ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റിന് ക്ഷാമമൊന്നും കാണത്തില്ല. തീർച്ചയായിട്ടും കണ്ടന്റ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം രേണുവായിട്ട് തന്നെ കുറച്ച് കോൺട്രവേഴ്സീസും ഇഷ്യൂസും എല്ലാം പുറത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അകത്തോട്ട് പോയേക്കുന്നത്. അപ്പോൾ അകത്ത് ചെന്ന് കഴിഞ്ഞാലും റിയൽ ഫേസ് വെളിയിൽ വരും. നമുക്ക് ഒരുപാട് നാൾ നമുക്ക് മാസ്ക് ചെയ്ത് നടക്കാൻ പറ്റത്തില്ല. തനി കുണം എന്നായി കഴിഞ്ഞാലും പുറത്ത് വരും. ഇപ്പോൾ കുറച്ച് മുന്നേ അനുമോള്, പിന്നെ ആദില നൂറ, രണ ഫാത്തിമ ഇവർ 3 പേരും കൂടെ രേണുവിൻ്റെ അടുത്ത് പുറത്ത് നടന്ന വിവാദത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് നടന്ന വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ ചോർച്ചയെ സംബന്ധിച്ച് ആ വിവാദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഞാനായിട്ട് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്തായാലും വീട്ടിനെ പറ്റിയിട്ട് രേണുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പം രേണു കൊടുക്കുന്ന കുറച്ച് മറുപടികളുണ്ട്. അതായത് ആൻസർ ഇല്ലാതെ പുള്ളിക്കാരത്തി ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുവാണ്. അവസാനം ചോദിക്കുന്നവർ കുറ്റക്കാരാവുന്ന ഒരു രീതിയിലോട്ട്. എന്തായാലും ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അധികം ക്ലിപ്പ് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം. പക്ഷേ ഈ ഒരു വീഡിയോ കോപ്പിറൈറ്റ് വന്നാലും എനിക്ക് വിഷയമല്ല, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കാണിച്ചിരിക്കും. ആ, ചേച്ചീനെ ചേച്ചിയായിട്ട് തന്നെ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ആൾക്കാർ മൊത്തം ചേച്ചിയെ ടാർഗറ്റ് ചെയ്യുന്നത്. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ? ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മൊത്തം ഇവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇവരുടെ നാക്കിൻ്റെ പ്രശ്നമാണ്. ഇവർ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് വായി തോന്നുന്ന തോന്നിവാസങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവർക്ക് ഇത്രയും നെഗറ്റിവിറ്റി കിട്ടിയത്. അല്ലാതെ ഇവിടെ മനഃപൂർവ്വം വേറെ ആരും ഉണ്ടാക്കിയതല്ല. അത് എപ്പോഴും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. രേണുവിൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ അടുത്താണ് ഈ പറഞ്ഞിരുന്നത്. ആ, അവർ ചോദിക്കുന്ന ചോദ്യത്തിനാണ് മറുപടി കൊടുക്കുന്നതെന്ന്. അവരെന്ത് വേണമെങ്കിലും ചോദിക്കട്ടെ, പക്ഷേ അത് റിജക്ട് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് എന്ന്. ഓരോ കാര്യങ്ങൾ മീഡിയക്കാർ വന്ന് ഇട്ട് തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയാൻ വേണമെങ്കിൽ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങൾ അവിടെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഇട്ട് നിങ്ങൾ അവിടെ കോൺട്രവേഴ്സി സൃഷ്ടിക്കത്തേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ ഒരു റിയൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളെ കുറച്ച് PR വർക്കേഴ്സും ആൾക്കാരും വന്ന് നിങ്ങളെ തലേ ചുമന്നുകൊണ്ട് കൊണ്ടുവന്ന് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ആക്ച്വൽ ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാര്യം അമ്മാതിരി കാര്യങ്ങളൊക്കെ ആയിരുന്നു പുറത്തോട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ആ, ചേച്ചിയുടെ ജീവിതത്തിൽ ഇന്നേ വരെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്, എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇവരെവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. അതിനകത്തോട്ടൊക്കെ ഇവർ വരുന്നുണ്ട്. ഇവരെന്തുവാ പറഞ്ഞത്? ആ വീട് ഇങ്ങനെ ചോരുന്നുണ്ട്, ഋതപ്പം കിടക്കുന്ന റൂം ചോരുന്നുണ്ട്, മെയിൻ ഹോള് ചോരുന്നുണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കുമായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കാമായിരുന്നു. അവർ ഇത്രയും മനോഹരമായ ഒരു വീട് ഞങ്ങൾക്ക് തന്നതാ, ഇനി ഞാൻ എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നത്? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ചു വിടുന്നതിന് പകരം നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? രേണു തന്നെ സ്വന്തമായിട്ട് വിലയിരുത്തുക. നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഒരു റൂൾ അനുസരിച്ച് പുറത്തെ വിഷയം അകത്ത് സംസാരിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ എന്നാൽ പോലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചു പോടെ? കാര്യം അനുമോൾ എന്നൊക്കെ പറയുന്ന വ്യക്തി സുചേട്ടനുമായിട്ടൊക്കെ നല്ല പരിചയമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണത്. അപ്പം അവർ ഒരു അടുപ്പത്തിൻ്റെ പുറത്ത് രേണുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയിപ്പോൾ അനുമോൾ സംസാരിച്ച് വരുന്നതേ ഉള്ളൂ വീട്ടിനെ പറ്റി. അത് നിങ്ങൾ കേട്ടു നോക്കിയോ? അതെ, പുറത്തുള്ള കാര്യം പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന്. അപ്പോൾ രേണുവിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പോൾ അവർ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രേണു എടുത്ത് പറയുന്നുണ്ട്, എൻ്റെ കാര്യമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറയൂ, എനിക്ക് വിഷയമല്ല. അഞ്ചാം തീയതി ആ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു വ്യക്തി ഉണ്ടല്ലോ, അയാൾ അവിടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നെന്ന്. അന്നേരം അയാളുടെ ദേഹം നനഞ്ഞെന്ന്. ആ സമയത്ത് ഒരുപാട് മീഡിയക്കാർ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ മഴ ഉണ്ടായതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല അവിടെ മഴ പെയ്യുന്നത്. ഇവർ പിന്നെ കള്ളമല്ലേ ഈ വന്നിരുന്ന് പറയണത്? ചുമ്മാതാണ്. ഇവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തതാണ്. ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ പുറത്ത് ആ ഒരു മനുഷ്യൻ ഇവരുടെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് കള്ളം പറയുന്നത്? ഇല്ല, പെരേര എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ വന്നിരുന്ന് ഡാൻസ് കളിക്കുന്ന ഉൾപ്പെടെ നിങ്ങൾ കണ്ടതാണ്. അവിടെ എവിടെയെങ്കിലും മഴ പെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടോ? 5-ാം തീയതി അവിടെ മഴയെന്ന് പറയുന്നൊരു സാധനം പെയ്തിട്ടില്ല എന്നാണ് മോസ്റ്റ് ഓഫ് ദി കമൻസ് ഇവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും പറയുന്നത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. ഈ ഉത്തരം മുട്ടുമ്പോൾ ഉണ്ടല്ലോ, കൊഞ്ഞണം കുത്തി കാണിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത്രയൊക്കെ ഉള്ളത്.
5-ാം തീയതി അവിടെ വരുന്നവരുടെ ദേഹത്തെല്ലാം വെള്ളം അങ്ങ് ഇരച്ചങ്ങ് ദേഹത്തോട്ട് വീഴുമല്ലേ. എന്തുകൂടെ അവിടെ സുനാമി എങ്ങാനുമായിരുന്നോ? ജസ്റ്റ് ഒരു ഷീറ്റ് അവിടെ ചെറുതായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമേ ഉള്ളത്. അത് വലിയ രീതിയിലുള്ള ചോർച്ചയൊന്നുമല്ല. ഇവരുടെ പറച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വെള്ളം പൊട്ടിയൊലിക്കുമായിരുന്നു എന്നുള്ള രീതിയിലാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇവരെ ബേസിക്കലി ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവർ വീണടുത്ത് കിടന്ന് ഉരുളുവാണ്. ഇവർ തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റി, നിങ്ങൾ ക്ഷമിക്കണം, അത് ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്ന് ഞാനത് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാനേ ഉള്ളൂ. ഇവർക്കിപ്പം കിട്ടിയിരിക്കുന്ന നെഗറ്റീവ് മൊത്തം പോസിറ്റീവായിട്ട് മാറും. പക്ഷെ ഇവരത് ചെയ്യത്തില്ല. ഇവരുടെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഞാൻ പിടിച്ച മുയലിനാണ് 10 കൊമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇത് രേണു പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാര്യം നമ്മൾ നല്ലതായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ താൻ ആരാ, എൻ്റെ തന്തയാണോ എന്നുള്ളൊരു ചോദ്യമാണ് രേണു ചോദിക്കുന്നത്. എക്സാമ്പിളായിട്ട് താജുദ്ദീൻ്റെ തന്തയ്ക്ക് വിളിച്ചു, പിന്നെ വേറെ ആരുടെയോ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഇനിയിപ്പോൾ താമസിക്കാതെ ലാലേട്ടൻ ഇനി എന്തെങ്കിലും വന്ന് പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ നിങ്ങൾ ആരാ, എൻ്റെ തന്തയാണോ എന്നുള്ള രീതിയിൽ ഇവർ ചോദിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ പറയാം. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. കറക്റ്റ് അല്ലേ? അനുമോളാണ് ഈ വന്നിരുന്ന് സംസാരിക്കുന്നത്. അതായത് ഒരു വീട് നമ്മൾ പണിഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അതാണ് അനുമോൾ ഇതിനകത്ത് പറയണത്. അപ്പം ഇവർക്ക് അതിന് ആൻസർ ഇല്ല. ഇവർ പറയണത് ഞാൻ ഈ പലവട്ടം ഇതുപോലെ ചോർച്ച ഉണ്ടെന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞു. അത് ഞാനല്ല വിളിച്ചു പറഞ്ഞത്, എൻ്റെ പപ്പയാണ് വിളിച്ചു പറഞ്ഞത്. എന്തോന്നൊക്കെയാണ് പറയണത്. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു നിലപാടില്ലാത്തൊരു സ്ത്രീയാണ്. അങ്ങനെ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഇവരുടെ ലൈഫിൽ മൊത്തം. അതായത് കുറച്ച് മുന്നേ മറ്റേ രണ ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു കുട്ടി പറഞ്ഞ കണക്ക് ഇവരുടെ ലൈഫിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണക്കാരി ഇവർ തന്നെയാണ്. ഇവരുടെ ഈ ഒരു നാക്ക് ഇത് ഭയങ്കര രീതിയിൽ ഭാവിയിൽ ഇവർക്ക് തന്നെ അത് ദോഷമായിട്ട് മാറത്തേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ. അല്ലെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അനുമോൾ ഇതിനകത്ത് പറഞ്ഞ ഡയലോഗുകൾ കേട്ടല്ലോ. ഒരിക്കലും ചേച്ചി ഇത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കാര്യം എന്താ പറയണ്ട, പട്ടിയുടെ വാൽ എത്ര നാൾ കൊള്ളിട്ടാലും അത് പട്ടിക്കും കൂടെ തോന്നണ്ടേന്ന് പറയുന്ന കണക്കാണ് ഇവരുടെ ഒരു സ്വഭാവം. ഇവരൊരിക്കലും അത് നേരെയാക്കാൻ പോകുന്നില്ല. എന്തായാലും ഇത്രയേ ഉള്ള കാര്യങ്ങൾ. ഇനി വേറെ ഒരു കള്ളത്തരം കൂടിയുണ്ട്. ഇന്നലെ പുള്ളിക്കാരത്തി യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ സുധിച്ചേട്ടൻ മരിച്ച കല്ലറയിലെങ്ങാണ്ട് ചെന്നിരുന്നിട്ട് പുള്ളിക്കാരത്തി എടുത്തൊരു വീഡിയോ ആണ്. അതിനകത്ത് ഈ ബിഗ് ബോസിൽ പോകുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവർ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വേറൊരു വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഞാൻ ഇവിടെ വൈകുന്നേര സമയത്ത് 3 മണിക്കങ്ങാണ്ട് ഞാൻ വീട്ടിലിരിക്കുകയാണ്. ഈ നിമിഷം വരെ ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഫ്ലൈറ്റ് കയറിപ്പോയി, അവിടെ പോയി ഇവിടെ പോയെന്നൊക്കെ, പക്ഷേ ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല എന്ന്. പക്ഷേ ഇവരുടെ ഇന്നലെ ഇട്ട വീഡിയോക്കകത്ത് ഈ പുള്ളിക്കാരത്തി പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ട് നോക്കണം. 2-3 ദിവസത്തിന് മുന്നേ ഇവരെ ബിഗ് ബോസുകാർ കോൺടാക്ട് ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട്. ഒരു ഇതായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. പെട്ടെന്നായിരുന്നു വിളി വന്നത്. ഞാൻ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ പാക്ക് ചെയ്യുന്നതും. എനിക്ക് തോന്നുന്ന 1-2 ദിവസം കൂടെ ഉള്ളെന്ന് തോന്നി തുടങ്ങാൻ. അപ്പം ചേട്ടൻ്റെ അനുഗ്രഹം കിട്ടി. മനസ്സ് എനിക്കറിയാം, വായിച്ചറിയാം. ഇത്രയും നേരം മഴയില്ലാതിരുന്ന പെട്ടെന്നൊരു മഴ പെയ്ത് ചേട്ടൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. പെട്ടെന്നത് പോവുകയും ചെയ്തു. പെട്ടെന്ന് ഈ കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മഴയും പെയ്തു, പെട്ടെന്ന് അതേപോലെ പോവുകയും ചെയ്തു. എന്തായാലും കൊള്ളാം. എന്തായാലും സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ എത്രത്തോളം സെല്ല് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം സെല്ല് ചെയ്തു. ആ മനുഷ്യനോട് ഒരു ശകലം സ്നേഹം ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഇമാതിരി വർത്തമാനങ്ങൾ പബ്ലിക്കിന് മുന്നിൽ വന്ന് പറയരുത്. ആ ഒരു മനുഷ്യൻ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീടും കാര്യങ്ങളും ഒക്കെ കിട്ടിയത്. പിന്നെ കള്ളത്തരം നിങ്ങൾ കേട്ടല്ലേ, 2 ദിവസത്തിന് മുന്നേ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. എന്തിനാണെന്നും ഈ ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരുന്ന് പച്ചക്കള്ളം പറയണത്. നമ്മൾ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. അതിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും ഒരുപാട് നന്ദി. മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് നന്ദി. അതുപോലെ സിംഗിൾ പേരൻസിൻ്റെയും വിധവകളായിട്ടുള്ള സ്ത്രീകളുടെയും ശബ്ദമാകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ളത്. ഓക്കെ, വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമായിട്ട് മാറാനാണ് രേണു ബിഗ് ബോസിലോട്ട് പോയിരിക്കുന്നത്.
അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. രേണു അവിടെ പോയി എന്തൊക്കെ കാണിക്കും, എന്തൊക്കെ സംസാരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പോൾ ബിഗ് ബോസ് ഹൗസിലും അങ്ങനെ ആ സിംഗിൾ പേരൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശബ്ദമാകാൻ അവരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. ഓക്കെ, തീർച്ചയായിട്ടും പ്രാർത്ഥന അനുഗ്രഹം എല്ലാം ഉണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, അത് യാതൊരു മാറ്റവും. പക്ഷേ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.